മാഹി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് അസോസിയേഷന്റെ 36ാമത് ജനറൽ ബോഡി യോഗവും ആദര സമർപ്പണവും നടത്തി. മാഹി എംഎൽഎ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. സന്തോഷവും അതിലേറെ അഭിമാനവുമുള്ള ഒരു മുഹൂർത്തമാണ് നിങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ. കാരണം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒന്ന് ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയാനെത്തുന്നത്. രണ്ടാമത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, റോഡുകൾ, ഡ്രെയിനേജുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ജനപ്രതിനിധിയായ സമയത്ത് ബഹുമാന്യനായ വത്സരാജും അതേപോലെ തന്നെ നമ്മെ ഉപദേശിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ടായി, ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തണം. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധിയായതിനു ശേഷം ആരോഗ്യ മേഖലയെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ എൻ്റെ MLA പദവി ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്ന കാര്യം ഞാനിവിടെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും കൂട്ടായ്മയുള്ള വലിയൊരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചിരുന്നു എന്ന കാര്യവും ഞാനിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുൻ ആരോഗ്യമന്ത്രി ഇ വത്സരാജ് മുഖ്യ അതിഥിയായി. അസോസിയേഷൻ പ്രസിഡന്റ് CH വസന്ത അധ്യക്ഷത വഹിച്ചു. മാഹി ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AP ഇസ്താക്ക മുഖ്യഭാഷണം നടത്തി. K രാധാകൃഷ്ണൻ, K മോഹനൻ, K ഹരീന്ദ്രൻ, K ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. KM പവിത്രൻ സ്വാഗതവും N മോഹനൻ നന്ദിയും പറഞ്ഞു. B ദീപ, സുന്ദരൻ K, ഭരതൻ K, ബിജിത്ത് K എന്നിവർ നേതൃത്വം നൽകി. ആശുപത്രിയിലെ മുഴുവൻ ഒഴിവുകളും നികത്തുക, NHM ജീവനക്കാർക്ക് തുല്യവേതനം നൽകുക, ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് K കവിത വളവിൽ, വൈസ് പ്രസിഡന്റുമാർ N മോഹനൻ, സുസി സ്റ്റീഫൻ, ജനറൽ സെക്രട്ടറി K മുബാസ്, ജോയിന്റ് സെക്രട്ടറിമാർ A സുബി, ശില്പ, ട്രഷറർ PP സീസൺ എന്നിവരെ തിരഞ്ഞെടുത്തു. അതേപോലെ NRHMന്റെ കാര്യങ്ങളിലും നമ്മൾ ഏകദേശം ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ചില കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടത്തി നിൽക്കുന്ന സമയത്താണ് ആ മന്ത്രിസഭ പോയതും വത്സരാജ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാൻ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ മന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും പെർമനന്റ് ആക്കുമെന്ന് പറയുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴി